എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പക്ക ഡീസൻറ്റ് ത്രില്ലറുമായിട്ടാണ്. ഇക്കൊല്ലം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം തേഴ്സ്ഡേ മർഡർ ക്ലബ്. ഒരു ഓൾഡ് ഏജ് ഹോമിനകത്ത് കുറച്ച് കൊലപാതകം നടക്കുന്നു. അത് അന്വേഷിക്കുന്ന റിട്ടയർഡ് വയസ്സന്മാരും. ഈ കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ പക്ക ഡാർക്കായിട്ട് പോകുന്ന സിനിമയൊന്നുമില്ല. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു ഉഗ്രൻ പടം. ക്ലൈമാക്സിൽ അത്യാവശ്യം നല്ലൊരു ഗംഭീര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സിനിമ ഒരു പ്യുവർ എന്റർടൈൻമെന്റ് ആണ്. സോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഒരു മുറുക്കിന്റെ പാക്കറ്റും പൊട്ടിച്ച് അങ്ങോട്ട് കാണാനിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 1973 ഒരു മേർഡർ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം. പീറ്റർ തന്റെ ഗേൾഫ്രണ്ടായ ഏഞ്ചലിനെ കാണാൻ പോകുന്നു. എന്നാൽ അവളുടെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ ആരൊക്കെയോ ചേർന്ന് തർക്കിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാനുണ്ട്. പെട്ടെന്നാണ് വിൻഡോ തകർന്ന് അവൾ നിലത്തോട്ട് വീഴുന്നത്. അവളുടെ വയറിലായിട്ടൊരു കത്തിയുണ്ട്. സോ ഇറ്റ്സ് എ മേർഡർ. പെട്ടെന്നാണ് മാസ്ക് ധരിച്ച കൊലയാളി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതൊക്കെയാണ് പീറ്റർ പോലീസുകാരോട് പറഞ്ഞിട്ടുള്ള കാര്യം. വേറൊരു മനുഷ്യനും ഈ രംഗം നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ പോലീസുകാർ പീറ്ററിനെ ചോദ്യം ചെയ്യുന്നു. പീറ്റർ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ കേസിൽ നിന്ന് പീറ്റർ ഒഴിവായി എന്ന് മാത്രമല്ല, പിന്നീട് ആരും പീറ്ററിനെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2025 ഇവിടെ കുറച്ച് വയസ്സന്മാർ ചേർന്നിട്ട് ഈ ഒരു കേസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും തെളിയാണ്ട് കിടക്കുന്ന കേസിനെ കുറിച്ച് അന്വേഷിക്കുക, കണ്ടെത്തുക. ഇതാണ് ഈ വയസ്സന്മാരുടെ പ്രധാന ഹോബി. ഇവർ ഈ കേസ് അന്വേഷണം നടത്താറ് തേഴ്സ്ഡേകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടീമിനൊരു പേരുണ്ട്, തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ്. ഇനി ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ ആരുമില്ല, ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന സാധാ വയസ്സന്മാർ. ഇബ്രാഹിം, റോൺ, പിന്നെ ഇവരുടെ ടീം ലീഡറായ എലിസബത്ത്. ഈ എലിസബത്ത് പണ്ട് ആരൊക്കെയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എടുക്കാൻ പറ്റാത്ത ഇൻഫർമേഷൻസും ഇല്ല, രഹസ്യങ്ങളും ഇല്ല. അങ്ങനെ എലിസബത്ത് പറയാണ്, കേസിനകത്ത് പീറ്റർ പറഞ്ഞതനുസരിച്ച് അവൻ മാത്രമാണ് സാക്ഷി. അത് തന്നെയാണ് അവനെ സംശയിക്കാനുള്ള മെയിൻ കാരണവും. ഇവിടെ ഏഞ്ചൽ മരിച്ചിരിക്കുന്നത് വീഴ്ചയിലല്ല, മറിച്ച് ആ കത്തിക്കുത്ത് കാരണമാണ്. പീറ്റർ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഞ്ചൽ സ്പോട്ടിൽ മരിച്ചു എന്നാണ്. പക്ഷെ അങ്ങനെ സ്പോട്ടിൽ മരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ബ്ലീഡിംഗ് അധികം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഒരു എക്സ് മിലിറ്ററിയാണ് പീറ്റർ. കത്തിക്കുത്ത് കൊണ്ട് ആൾക്ക് കൊടുക്കേണ്ട ബേസിക് ഫസ്റ്റ് എയ്ഡ് പോലും മരിച്ച ഏഞ്ചലിന് കിട്ടിയിട്ടില്ല. പട്ടാളത്തിലുണ്ടായിരുന്ന ആൾക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ ഈ കേസിനെ കുറിച്ച് ഇവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പെർട്ടീസിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പോഴാണ് ജോയ്സിനെ കാണിക്കുന്നത്. ജോയ്സ് ഒരു നഴ്സായിരുന്നു. അങ്ങനെ ജോയ്സിനെ കാണാൻ അവളുടെ മകൾ വന്നു. ഈ മകളാണെങ്കിൽ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ തിരക്ക് പിടിച്ചൊരു ലൈഫാണ് മകളുടെ. പിന്നെ പോരാത്തതിന് ഒടുക്കത്തെറിച്ചും. അങ്ങനെ മകൾ പറയാണ്, അമ്മേ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് താമസിച്ചൂടെ? എന്നാൽ അതിന് റിപ്ലൈ ആയിട്ട് നോ എന്നാണ് ജോയ്സ് പറയുന്നത്. കാരണം ഇതൊരു സ്വർഗ്ഗമാണ്. അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവിടെ. ഈ ലൈഫും വിട്ട് സിറ്റി തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല. അത്രയും സന്തോഷത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും ജീവിക്കുന്നത്. എന്തിന്, ഇവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നോക്കാൻ ലാമ എന്ന് പറയുന്ന മൃഗമുണ്ട്. പിന്നെ പോരാത്തിന് ഒരു ചർച്ച് ബിൽഡിങ്ങിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സെറ്റ് സ്ഥലം. നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൂപ്പേഴ്സ് ചേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിസബത്തും ടീമും കൂടെ ജോയ്സിനെ കാണാൻ വരുന്നത്. വരാന്ന് മാത്രമല്ല, തേഴ്സ്ഡേ മർഡർ ക്ലബ്ബിലേക്ക് അവളെയും ചേർക്കുന്നു. പക്ഷെ ടെമ്പററി ആയിട്ടാണെന്ന് മാത്രം. അങ്ങനെ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. ജോയ്സ് ആദ്യം തന്നെ ചോദിക്കുന്നത് എത്രയാണ് മരിച്ച ഏഞ്ചലിന്റെ വെയിറ്റ് എന്നാണ്. കാരണം ഒരാളുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അയാൾ ഒരു വീഴ്ചയിൽ സർവൈവ് ചെയ്യോ ഇല്ലയെന്ന് പറയാൻ പറ്റുക. 46 കിലോനാണ് മരിച്ച ഏഞ്ചലിന്റെ വെയിറ്റ്. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് അവൾ എന്തായാലും സർവൈവ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. സോ പിന്നെയും വിരൽ ചൂണ്ടുന്നത് പീറ്ററിലോട്ടാണ്. അങ്ങനെ ഈ സമയത്താണ് കൂപ്പേഴ്സ് ചേസിന്റെ ഓണർമാരിൽ ഒരാളായ ഇയാനെ കാണിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങേർക്ക് ഫണ്ടിന്റെ നല്ല ആവശ്യമുണ്ട്. സോ എത്രയും പെട്ടെന്ന് കൂപ്പേഴ്സ് ചേസ് ഇടിച്ചു പൊളിച്ച് റിസോർട്ട് കെട്ടാനാണ് പ്ലാൻ. പക്ഷെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള സെമിത്തേരി മാന്തണം, ചർച്ച് പൊളിക്കണം, പിന്നെ മറ്റേ കൂപ്പേഴ്സ് ചേസിന്റെ ബിൽഡിങ്ങും. ഇതെല്ലാം ഒരുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങരുടെ പാർട്ട്ണർമാരും സമ്മതിക്കണം. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ ബിൽഡിങ്ങിൻ്റെയും ലാൻഡിൻ്റെയും രണ്ടാമത്തെ ഓണറായ ടോണി ഡാൻഡി അവിടെയാണ് താമസിക്കുന്നത്. സോ ടോണി അതിനൊരിക്കലും സമ്മതിക്കില്ല. ടോണിയെ പിണക്കിയിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. സോ തൽക്കാലത്തിന് സെമിത്തേരി മാന്താനായിട്ട് തീരുമാനിക്കുന്നു. അതിനായിട്ട് ബോഗ്ഡാനെ കാണാൻ വരുന്നു. ഈ ബോഗ്ഡാൻ ഇവരുടെ ഒരു പണിക്കാരനാണ്. എന്ത് പറഞ്ഞാലും ചെയ്യുന്നൊരു പണിക്കാരൻ. ബോഗ്ഡാനാണെങ്കിൽ ഒരു പോളണ്ടുകാരനാണ്. സ്വന്തം നാടും വിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള പൈസ ഉണ്ടാക്കാനാണ്. അവൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ. പൈസയുടെ നല്ല ആവശ്യമുണ്ട്. സോ ബോഗ്ഡാൻ കൂട്ടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂപ്പേഴ്സ് ചേസിലോട്ട് ടോണി വരുന്നത്, അവൻ്റെ ആൻറ്റിയെ കാണാനായിട്ട്. ഈ ടോണിയാണെങ്കിൽ എലിസബത്തും ടീമുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എലിസബത്തിനറിയാം ഈ ആനി ബിൽഡിംഗ് പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. സോ എത്രത്തോളം ടോണിയെ കൂടെ നിർത്താൻ പറ്റുമോ അത്രത്തോളം കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അവർ. അങ്ങനെ ഈ കേസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എലിസബത്ത് ജോയ്സിന് പറഞ്ഞു കൊടുക്കുന്നു. പീറ്റർ നിരപരാധിയാന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം അവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതായിരുന്നു ഓഫീസർ പെനി. പക്ഷെ ആ റിക്വസ്റ്റ് പാടെ തള്ളിക്കളഞ്ഞു. അത് മാത്രമല്ല, പീറ്ററിന്റെ പിടിപാട് വെച്ച് ആ കേസ് ഇല്ലാണ്ടാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ആരും പീറ്ററിനെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് പീറ്ററും പോലീസുകാരും ഇരിക്കുന്ന ഫോട്ടോസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ചുള്ള ഫയൽസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതൊക്കെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസ് അല്ലേ?
എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ പോലീസിലായിരുന്നു. അവളുടെ പേരാണ് ഓഫീസർ പെനി. അതായത് 1973 ആരാണോ പീറ്ററിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് അതേ പെനി തന്നെയാണ് ഇവളുടെ ഫ്രണ്ട്. പക്ഷെ ആ പെനി ഇവിടെ തന്നെയുണ്ട്. സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പെനി ഇപ്പോൾ. ഈ പെനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ജോൺ. അങ്ങേർക്കാണെങ്കിൽ പെനിയെ ജീവനാണ്. അത് മാത്രമല്ല, എലിസബത്തിന് വലിയ കാര്യമാണ് അങ്ങേർക്ക്. പെനിയും എലിസബത്തും കൂടിയിട്ടാണ് തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ. പെനിയും ജോണും വർഷങ്ങളായിട്ട് കൂപ്പേഴ്സ് ചേസിലുണ്ട്. എന്തിന്? എലിസബത്ത് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിസബത്തിൻ്റെ ഹസ്ബൻഡിനെ കാണിക്കുന്നത്. പുള്ളിക്കാരന് മറവി രോഗമാണ്. ഇപ്പം പറയുന്ന കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ല. അതാണ് പുള്ളിക്കാരൻ്റെ അവസ്ഥ. പക്ഷെ എന്നിട്ടും അവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടാണ്. ഈ ഹസ്ബൻഡിൻ്റെ പേരാണ് സ്റ്റീഫൻ. ഇങ്ങേരുടെ കയ്യിലൊരു റെക്കോർഡർ ഉണ്ട്. സോ എന്ത് നടന്നാലും പുള്ളിക്കാരൻ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ എലിസബത്ത് സ്റ്റീഫന് മരുന്ന് കൊടുക്കുന്നു. ചായയിൽ കലർത്തിയിട്ടാണ് മരുന്ന് കൊടുക്കാറ്. മെഡിസിൻ ഉണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ അങ്ങേര് അപ്പം തന്നെ തുപ്പിക്കളയും. അങ്ങനെ ഈ സമയത്താണ് കൂപ്പേഴ്സ് ചേസിലുള്ള എല്ലാവർക്കും സേഫ്റ്റി ക്ലാസ് എടുക്കാനായിട്ട് ഒരു കോൺസ്റ്റബിൾ വരുന്നത്. അവളുടെ പേരാണ് ഡോണ. പുള്ളിക്കാരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കാണ്. ഒരു പോലീസുകാരിയായിട്ട് പോലും ഇന്നേ വരെ ഒരു കേസിനകത്തും ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നല്ല, മേലുദ്യോഗസ്ഥന്മാർ സമ്മതിക്കാറില്ല. കോൺസ്റ്റബിൾ ആണല്ലോ. പിന്നെ പോരാത്തിന് മേലുദ്യോഗസ്ഥന്മാർക്ക് പുച്ഛം. അതും പോരാണ്ട് വെയിലത്തുള്ള ട്രാഫിക് ഡ്യൂട്ടി. ചുരുക്കി പറഞ്ഞാൽ ഗതി കെട്ടൊരു ലൈഫ്. എന്തായാലും ഡോണയുടെ നല്ല സമയമായതുകൊണ്ട് തന്നെ അവളുടെ വണ്ടി പാർക്കിംഗ് അങ്ങ് പിടിച്ചു വെക്കുന്നു. അപ്പോഴാണ് എലിസബത്തിനൊരു ബുദ്ധി തോന്നുന്നത്. ഇവരുടെ ടീമിനകത്ത് ഒരു പോലീസുകാരി ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഡോണയെ ലഞ്ചിന് വിളിക്കുന്നു, കമ്പനിയാവുന്നു. അപ്പോഴാണ് ഡോണ ടീം മെമ്പേഴ്സുമായിട്ട് പരിചയപ്പെടുന്നത്. ഇബ്രാഹിം ഒരു സൈക്കാട്രിസ്റ്റാണ്. റോണ ആണെങ്കിൽ ഒരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു. കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജോയ്സിൻ്റെ കാര്യം അറിയാലോ, നഴ്സായിരുന്നു. അപ്പോഴാണ് എലിസബത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. എനിക്ക് അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞ് എലിസബത്ത് വിഷയം മാറ്റുന്നു. എന്തായാലും ഡോണ ഇവരുമായിട്ട് ഭയങ്കര ബോണ്ടാവുന്നു. അങ്ങനെ ഡോണ പോകാൻ നിൽക്കുമ്പോഴാണ് റോണിൻ്റെ മകൻ അങ്ങോട്ട് വരുന്നത്. അവൻ്റെ പേരാണ് ജെയിംസ്. അവനെ കണ്ടിട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഡോണ. കാരണം പുള്ളിക്കാരൻ ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഇഞ്ചുറി കാരണം TV പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജെയിംസ്. ചുരുക്കി പറഞ്ഞ ഒരു പക്കാ സെലിബ്രിറ്റി. ഈ റോണും ജെയിംസും ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. അങ്ങനെ ഡോണ തിരിച്ചു പോകുന്നു. ഇതേ സമയം ഇയാനും ടോണിയും കൂടെ സ്ഥലത്തിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇയാനും പോകുന്നു. ടോണി, എന്താ പ്രശ്നം? ഒന്നുമില്ല, സ്ഥലത്തിൻ്റെ കാര്യം തന്നെ. അവനെ ഈ സ്ഥലം ഇടിച്ച് പൊളിച്ച് റിസോർട്ട് കെട്ടാൻ പോകത്രേ. പക്ഷെ നടത്തിക്കില്ല ഞാൻ. ഈ ടോണിയെക്കുറിച്ച് അവനക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ടോണി പോകുന്നു. ഇതൊക്കെ കേട്ടേക്ക് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് എലിസബത്തും ടീമും. എന്ത് വില കൊടുത്തും ഇയാനെ തടഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഇയാനെത്തി. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇയാൻ അവൻ്റെ തീരുമാനം മാറ്റുന്നില്ല. എന്തിന്? ഇവിടെയുള്ള മനുഷ്യന്മാർ കൂടാണ്ട് ലാമാസിനെ അടക്കം തട്ടാൻ പോവുകയാണവൻ. ഇത് കേട്ടേക്ക് ജോൺ അങ്ങ് ചൂടാവുന്നു. കാരണം പുള്ളിക്കാരൻ ഇവിടുത്തെ മൃഗഡോക്ടറാണ്. അങ്ങേര് മാത്രമല്ല പൊട്ടിത്തെറിക്കുന്നത്. ഈ കൂപ്പർ ചേസിലൊരു ഫാദർ ഉണ്ട്. സെമിത്തേരി മാന്താൻ പോകുന്ന അറിഞ്ഞിട്ട് അങ്ങേരും വൻ ചൂടിലാണ്. പക്ഷെ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ ഇയാൻ തിരിച്ചു പോകുന്നു. ഇതേ സമയം ടോണി വീട്ടിലെത്തി. പക്ഷെ അവൻ്റെ വീടാണെങ്കിൽ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഡോക്യുമെൻറ്റ്സ്, ബില്ല്, കോൺട്രാക്ട്സ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ആരോ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഒരു മോഷണശ്രമമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്തവൻ ടോണിയുടെ ഫ്രണ്ടിലോട്ട് വരുന്നത്. പക്ഷെ ടോണി അവനെ കണ്ടിട്ട് പതറുന്നില്ല. നീ എന്താടാ ഇവിടെ എന്നാണ് ടോണി ചോദിക്കുന്നത്. സോ വന്നിരിക്കുന്നത് ആരായാലും അവർ തമ്മിൽ പരിചയമുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പിന്നീട് എല്ലാവരും കണ്ട് ടോണിയുടെ ഡെഡ് ബോഡി ആയിരുന്നു. തലക്കടിയേറ്റിട്ടാണ് ടോണി മരിച്ചിരിക്കുന്നത്. ഒരു റോബറി അറ്റംപ്റ്റ് ആയിട്ടാണ് പോലീസുകാർ കണക്കാക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ടോണിയുടെ മരണ വാർത്ത റേഡിയോയിൽ വരുന്നത്. ഇത് കേട്ടപാട് ജോയ്സ് ആണെങ്കിൽ ടീംസിനെ മൊത്തം വിളിച്ചു കൂട്ടുന്നു. അത് ടോണി മരിച്ചതിൻ്റെ സങ്കടം പറയാനല്ല, നമുക്ക് പുതിയ കേസ് കിട്ടിയെന്നും പറഞ്ഞ് അർമാദിക്കാനാണ്. എൻ്റെ പൊന്ന് ജോയ്സെ, കേസല്ല പ്രശ്നം. ഈ കൂപ്പേഴ്സ് ചേസിനെ രക്ഷിക്കാൻ ടോണി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ഇല്ലാണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആരായിരിക്കും കൊലയാളിയെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് തന്നെ പോലീസുകാർ സസ്പെക്ട്സിൻ്റെ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടാവും. ആ ലിസ്റ്റ് ഇവരുടെ കയ്യിൽ കിട്ടിയാൽ അത് ഇവരുടെ അന്വേഷണത്തിന് ഗുണം ചെയ്യും. ഇനിയിപ്പോൾ അതില്ലേലും എന്തേലൊക്കെ കിട്ടിയാൽ അതൊരു ഉപകാരം തന്നെയാണ്. പക്ഷെ പോലീസുകാരിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. പോലീസിനകത്ത് ഇവരുടെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം ഒപ്പിക്കാൻ പറ്റുമോ. എന്നാലുണ്ട് ഡോണ. പക്ഷെ ഇൻഫർമേഷൻസ് എടുത്തു തരാൻ മാത്രമൊന്നും അവർ കമ്പനി ആയിട്ടില്ല. ഇതേ സമയം ഡോണയാണെങ്കിൽ പോലീസുകാർക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ ഈ സമയത്താണ് ഇവരുടെ ചീഫ് ആ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊരു റോബറി അറ്റംപ്റ്റ് ആവാനാണ് സാധ്യത. അവിടെയുള്ള ഡോക്യുമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഫോഴ്സ്ഡ് എൻട്രി ഒന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ ഡോക്യുമെൻസിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയൊരു ഫോട്ടോ ആണത് എന്നും പറഞ്ഞ് ബാക്കിയുള്ള പോലീസുകാർക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ആ ഫോട്ടോയിലേക്ക് തുറിച്ച് നോക്കുകയാണ് ഡോണ. എന്നാൽ അപ്പം തന്നെ ചീഫ് അവളെ അങ്ങ് പുറത്താക്കുന്നു. ഇവർക്കൊന്നും ഒരു മതിപ്പൂല ഡോണേനെ. ഇതേ സമയം ജോയ്സും എലിസബത്തും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവർക്ക് എങ്ങനെയും ഡോണയെ കൂടെ നിർത്തിയേ പറ്റുള്ളൂ. ഇവിടെ റോണും ഇബ്രാഹിമും കൂടെ എലിസബത്തിൻ്റെ പ്ലാൻ പ്രകാരം അവരുടെ റൂം മൊത്തം അലങ്കോലാക്കുന്നു. എന്നിട്ട് അവർ സ്റ്റേഷനിലോട്ട് വിളിക്കുന്നു. സാറേ, ടോണി വധക്കേസിനെ കുറിച്ച് എൻ്റെ കൂടെയുള്ള റോണിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ തരാനുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ സ്റ്റേഷനിലോട്ട് വരാനും പറ്റില്ല. റോണിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണേ. സോ ആരെയും ഇങ്ങോട്ട് വിട്ടാൽ അത് വളരെയധികം നന്നായിരിക്കും.
ഇത് കേട്ടേക്ക് പോലീസുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താമെന്ന് പറയുന്നു. ഇതെന്തിനാണ് മേതിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതേസമയം എലിസബത്തും ജോയ്സും കൂടെ സ്റ്റേഷനിലെത്തി. എത്താന്ന് മാത്രമല്ല, എൻ്റെ ബാഗ് ഒരു കള്ളം കട്ടുകൊണ്ട് പോയി എന്നും പറഞ്ഞ് ഓസ്കാർ പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെക്കുന്നത്. പിന്നെ പോരാത്തിന് ഞങ്ങൾ കന്യാസ്ത്രീകളാണ്, ലേഡി കോൺസ്റ്റബിൾസിനോട് മാത്രമേ സംസാരിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വിചാരിച്ച പോലെ ലേഡി കോൺസ്റ്റബിളായ ഡോണ വന്നു. ഡോണക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതിലെന്തൊക്കെയോ ഉടായ്പുണ്ടെന്ന്. എലിസബത്തെ, കാര്യം പറ, നീ ഇവിടെ ബോറടിച്ച് ചാവുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിനക്ക് ഈ ടോണി വധക്കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അതൊക്കെ എങ്ങനെ നടക്കാനാ? നടത്തി തന്നാ നീ അന്വേഷിക്കോ? നിങ്ങളാരാ, MI5 അല്ലെങ്കിൽ FBI? ഇത് കേട്ടേക്ക് ജോയ്സ് എലിസബത്തിനൊരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ എലിസബത്ത് പറയാണ്, ഞങ്ങൾക്ക് 1 മണിക്കൂർ സമയം വേണം. അതിനകത്ത് നീയും ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടാവും. അതിനുള്ള പരിപാടികളൊക്കെ റോണും ഇബ്രാഹിമും കൂടെ സെറ്റാക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്പറും കൊടുത്ത് അവർ പോകുന്നു. ഇതെല്ലാം കണ്ട് എന്ത് പറയണമെന്നറിയാണ്ടിരിക്കുകയാണ് ഡോണ. ഇതേസമയം കൂപ്പേഴ്സ് ചേസിൽ പോലീസ് എത്തി, അതും അവരുടെ ചീഫ്. റോണും ഇബ്രാഹിമും കൂടെ തകർത്തഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. റോണാണെങ്കിൽ തനി പ്രാന്തൻ്റെ പോലെ. സാറേ, റോണിനെന്തോ പറയാനുണ്ട്. ഇയാനും ടോണിയും തർക്കിച്ചതിനെക്കുറിച്ചോ അങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഇങ്ങോട്ടൊരു ലേഡി കോൺസ്റ്റബിൾ വന്നിട്ടുണ്ടായിരുന്നു. അവളോട് മാത്രമേ റോൺ സംസാരിക്കൂ. അവളെ നിങ്ങളുടെ ടീമിലോട്ട് ചേർക്കാൻ വല്ല മാർഗമുണ്ടാ? ഇവിടെ ചീഫിനാണെങ്കിൽ അവർ ഇൻഫർമേഷൻ കിട്ടിയേ തീരൂ. സോ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടെ ഡോണയെ അങ്ങ് ടീമിലോട്ട് ചേർക്കുന്നു. അവൾ അപ്പം തന്നെ എലിസബത്തിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എലിസബത്തിൻ്റെ സോഴ്സ് വെച്ച് കൂപ്പേഴ്സ് ചേസിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുപ്രകാരം ഇയാനും ടോണിയും കൂടാണ്ട് ഒരു 3rd മിസ്റ്റീരിയസ് ഓണർ ഉണ്ട് കൂപ്പർ ചേസിന്. അവൾ അപ്പം തന്നെ ഇക്കാര്യം ഡോണക്ക് മെസ്സേജ് അയക്കുന്നു. അത് മാത്രമല്ല, ഈ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വലിയ വലിയ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വേണം. സോ എലിസബത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ ജോയ്സിൻ്റെ അടുത്ത് പോകുന്നു. കാരണം ജോയ്സിൻ്റെ മകൾ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ വിചാരിച്ചാൽ എന്തേലൊക്കെ നടക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ കൊടുക്കത്തെ തിരക്കാണ്. അമ്മയോട് പോലും മര്യാദക്ക് സംസാരിക്കാറില്ല. അങ്ങനെ ജോയ്സ് മകൾക്ക് വിളിച്ച് കാര്യം പറയുന്നു. എന്നാൽ മകളാണെങ്കിൽ സ്ഥിരം പല്ലവിയാണ് പറയുന്നത് തിരക്ക്. ഇത് കേട്ടേക്ക് ജോയ്സ് അങ്ങ് ചൂടാവുന്നു. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി തിരക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് കേട്ടേക്ക് മകൾ അങ്ങ് ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാൻ റെഡിയാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് ഡോണയും കൊണ്ട് കൂപ്പർ ചേസിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇവളുണ്ടെങ്കിൽ മാത്രമാണല്ലോ റോണ് കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അത് മാത്രമല്ല, ഡോണ ടീമിലോട്ട് വന്ന കാരണം കേസ് ഡീറ്റെയിൽസ് എല്ലാം ചീഫ് പറഞ്ഞു കൊടുക്കുന്നു. മരിച്ച ടോണിക്കാണെങ്കിൽ ധാരാളം ഇല്ലീഗൽ ബിസിനസ് ഉണ്ട്. അത് മാത്രമല്ല, ഇല്ലീഗൽ വെപ്പൺസ് കൈവശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സകലമാന ഉടായ്പുണ്ട് ടോണിക്ക്. അങ്ങനെ ചീഫ് ക്രൈം സീനിൽ നിന്ന് കിട്ടിയ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോ, അതും കൂടെ കാണിച്ചു കൊടുക്കുന്നു. ടോണിയും പിന്നെ മറ്റൊരാളും കൂടി ഉണ്ട് ആ ഫോട്ടോയിൽ. ഫോറൻസിക്കും പോലീസുകാരും തല കുത്തി നിന്നിട്ട് പോലും ആ ഫോട്ടോയിലുള്ള ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരൊറ്റ നോട്ടം കൊണ്ട് ഡോണ അതങ്ങ് കണ്ടുപിടിക്കുന്നു. മെട്രോപൊളിറ്റൻ പോലീസുകാർ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ക്രൈം കിങ് പിൻ ബോബി ടാനർ. അവനാണ് ആ ഫോട്ടോയിലുള്ളത്. ഇതറിഞ്ഞപാട് ഞെട്ടിയിരിക്കുകയാണ് ചീഫ്. അങ്ങേർക്ക് ഒരു തേങ്ങ അറിയില്ല. ഇതൊന്നും പോരാണ്ട് മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിക്കുകയാണ് ഡോണ. ആ ഫോട്ടോക്കകത്ത് 3 പേരുണ്ട്. പക്ഷെ മൂന്നാമത്തെ ആളെ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങേരുടെ റിഫ്ലക്ഷൻ തൊട്ടടുത്തുള്ള മിററിലുണ്ട്. പക്ഷെ അയാളുടെ കൈ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ കൈയിൻ്റെ മുകളിലൊരു ടാറ്റു ഉണ്ട്. ഇതേസമയം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ്. അപ്പോഴാണ് ജോയ്സിന്റെ മകളുടെ മെസ്സേജ് വരുന്നത്. കൂപ്പർ ചേസിന്റെ അക്കൗണ്ട്സ് പ്രകാരം ടോണിയുടെ 12 മില്യൺ വെറുത്ത് വരുന്ന ഷെയർ ടോണിയുടെ മരണശേഷം ഇയാൻക്കാണ് കിട്ടുക. സോ ടോണിയെ കൊല്ലാൻ ഇയാൻക്ക് ഇതിലും വലിയ മോട്ടീവിൻ്റെ ആവശ്യമുണ്ടോ എന്നും പറഞ്ഞ് ഇയാനാണ് കൊന്നതെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അങ്ങനെ ഈ സമയത്താണ് എലിസബത്ത് ഒരു കാര്യം പറയുന്നത്. മറ്റേ ചീഫ് ഉണ്ടല്ലോ, അയാളങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യങ്ങളൊന്നും തുറന്നു പറയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു മനുഷ്യനെ അൺകംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ അയാൾ അറിയാണ്ട് തന്നെ ഓരോന്നും തുറന്നു പറയും. സോ മാക്സിമം ആ ചീഫിനെ അൺകംഫർട്ടബിൾ ആക്കണം, മനസ്സിലായോ? അങ്ങനെ ചീഫ് എത്തിയപാട് തുടങ്ങി അങ്ങേർക്കിട്ടുള്ള പണി. അൺകംഫർട്ടബിളിൻ്റെ അങ്ങേ അറ്റങ്ങ് കാണിച്ചു കൊടുക്കുന്നു. സാറേ, ഈ ടോണി മരിച്ച സമയമൊന്നും പറയാൻ പറ്റുമോ? അതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയട്ടെ. ഈ കൂപ്പർ ചേസിന് ടോട്ടൽ 3 ഓണേഴ്സ് ഉണ്ട്. ഇയാൻ, ടോണി, പിന്നെ ഒരു അനോണിമസ് പാർട്ട്ണർ. ബ്ലൂമിംഗ് മാർവലസ് എന്നൊക്കെയാണ് അങ്ങേരെ വിശേഷിപ്പിക്കുന്നത്. ഇതൊന്നും പോലീസുകാർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് മറ്റേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. സാറേ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ടോണി മരിച്ച സമയം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. സോ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. കൂപ്പർ ചേസ് ഒരു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ വക ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ നല്ല പാടാണ്. അപ്പോൾ പിന്നെ കൺമുന്നിൽ കണ്ട വെറുതെ വിടാൻ പറ്റുമോ? അങ്ങനെ ടൈം ഓഫ് ഡെത്ത് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. 11:24. ടോണി മരിക്കുന്ന സമയത്ത് അവൻ്റെ ഹാർട്ട് ബീറ്റ് റെക്കോർഡ് ചെയ്തിരുന്ന ഒരു സ്മാർട്ട് വാച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് മരിച്ച സമയം കണ്ടുപിടിച്ചത്. അങ്ങനെ പോലീസുകാർ തിരിച്ചു പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ജെയ്സൺ വരുന്നത്. ഈ ജെയ്സൺക്കാണെങ്കിൽ ടോണിയുമായിട്ടും ഇയാനുമായിട്ടും കമ്പനി ഉണ്ട്. അങ്ങനെ ചീഫ് ജെയ്സൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു. സെലിബ്രിറ്റി ആണല്ലോ. എന്നാൽ അപ്പോഴാണ് ഡോണ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ജെയ്സന്റെ കയ്യിലുള്ള എക്സാക്ട് സെയിം ടാറ്റു ആണ് മറ്റേ ഫോട്ടോയിലുള്ള 3ാമത്തെ ആൾക്കുള്ളത്. അങ്ങനെ ചീഫ് ഇയാനെക്കുറിച്ചും ടോണിയെക്കുറിച്ചും ജെയ്സനോട് ചോദിക്കുന്നു. എന്നാൽ ഇവരുടെ പേര് കേട്ടേക്ക് ഭയങ്കരമായിട്ടുള്ള റഷ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജെയ്സൺ. നിങ്ങളുടെ അറിവിൽ ടോണിക്കും ഇയാനക്കും ശത്രുക്കളുണ്ടായിരുന്നോ?
അങ്ങനെ ചോദിച്ചാൽ കുറേ ശത്രുക്കളുണ്ട്. അത്രയും വലിയ ബിസിനസ് ആണല്ലോ അവർ റൺ ചെയ്യുന്നത്. എനിക്ക് അല്പം ധൃതിയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് അവിടുന്ന് വെപ്രാളത്തിൽ പോവാണ് ജെയ്സൺ. ഇതും കൂടെ കണ്ടേക്ക് പല സംശയങ്ങളുണ്ട് ഡോണക്ക്. ഇതേ സമയം എലിസബത്ത് ആണെങ്കിൽ ടോണിയുടെ ആന്റിയെ കാണാൻ പോകുന്നു. അപ്പോഴാണ് കുറച്ച് ഫ്ലവേഴ്സ് അവിടെ കാണുന്നത്. ടോണിയുടെ മരണവാർത്ത അറിഞ്ഞ് അവൻ്റെ ഏതോ പാർട്ട്ണർ അയച്ചിട്ടുള്ളതാണ് ഈ ഫ്ലവേഴ്സ്. അതിൻ്റെ മേളിൽ BT എന്നും പറഞ്ഞൊരു കാർഡും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയ്സനെ കുറിച്ചുള്ള സംശയങ്ങൾ ഡോണ ചീഫിനോട് പറയുന്നത്. ടോണിയുടെ ഫയൽസ് അനുസരിച്ച് ടോണിക്ക് വേണ്ടിയിട്ടും ഇയാൻക്ക് വേണ്ടിയിട്ടും വളരെ ഓടായിട്ടുള്ള കുറേ ജോലികൾ ജെയ്സൺ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കേസും കൂടെ പറയുന്നു. പിന്നെ പോരാത്തിന് പോകാൻ വേണ്ടി ജെയ്സൺ കാണിച്ച റഷ് എല്ലാം കൂടെ നോക്കുമ്പോൾ ജെയ്സനെ സംശയിക്കാനുള്ള അത്യാവശ്യം കാരണങ്ങളുണ്ട്. സോ ഇയാനും ജെയ്സനെയും വാച്ച് ചെയ്യാനാണ് ചീഫ് പറയുന്നത്. ഇതേ സമയം തേഴ്സ്ഡേ മേഡർ ക്ലബ്ബ് ആണെങ്കിൽ അവരുടെ വണ്ടി എടുത്ത് ടോണിയുടെ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ടോണി മരിക്കുന്നതിന് മുമ്പാണ് കൂപ്പർ ചേസിൽ മീറ്റിംഗ് നടന്നത്. അവിടെ ഇയാനും ഉണ്ടായിരുന്നു. ടോണി മരിച്ചിരിക്കുന്നത് 11:24. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര സമയം കൊണ്ട് എത്താം, ആ ഒരു സമയം കൊണ്ട് ഇയാൻക്ക് ടോണിയെ കൊല്ലാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ചീഫും ടോണയും കൂടെ ഇയാൻ്റെ വീട്ടിലെത്തി. എന്നിട്ട് മറ്റേ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അവൻ അപ്പം തന്നെ ബോബി ടാനറിൻ്റെ പേര് പറയുന്നു. എതിരാളികളുടെ വിരലുകൾ മുറിച്ചെടുത്ത് പോസ്റ്റ് വഴി അയക്കുന്ന കൊടും ക്രിമിനലാണ് ബോബി ടാനർ. വർഷങ്ങളായി പോലീസുകാർ അവനെ പിടിക്കാൻ നോക്കുന്നു, പക്ഷെ യാതൊന്നും നടന്നിട്ടില്ല. നിങ്ങളും ഇയാളും തമ്മിൽ എന്താ ബന്ധം? സാറേ, വർഷങ്ങളായി ഞാൻ ഇയാളെ കണ്ടിട്ട്. ഇങ്ങേര് മരിച്ചുവെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഇയാളാണ് കൂപ്പർ ചേസിന്റെ 3rd ഓണർ. കുറച്ച് ക്യാഷിന്റെ അത്യാവശ്യം വന്നപ്പോൾ ടോണി തന്നെയാണ് ബോബി ടാനറിനെ ഒരു ഇൻവെസ്റ്ററായിട്ട് കൊണ്ടുവന്നത്. ടോണി മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാ ടോണിയുമായിട്ട് തർക്കിച്ച്? ജസ്റ്റ് ബിസിനസിന്റെ പേരിലാണ് സാറേ, അതിന്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. ആ ഫോട്ടോക്കകത്ത് ജെയ്സനും ഉണ്ട്. നീ പറഞ്ഞിട്ട് ജെയ്സനാണോ ടോണിയെ കൊന്നത്? ആര്? ജെയ്സനാ? ഒന്ന് പോ സാറേ. അപ്പോൾ വർഷങ്ങളായി ബോബി ടാനറിനെ കണ്ടിട്ട് ടോണിയാണെങ്കിൽ മരിക്കുകയും ചെയ്തു. സോ രണ്ടുപേരും ഇല്ലാണ്ടാവുമ്പോൾ അവരുടെ ഷെയർ നിനക്കുള്ളതാണല്ലേ. ഇനിയിപ്പോൾ നീ തന്നെയാണോ കൊലയാളി? ഇത് കേട്ടേക്കങ്ങ് വയർക്കാൻ തുടങ്ങിയാണ് ഞാൻ. അങ്ങനെ അവരൊരു വാണിംഗും കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഇതേസമയം എലിസബത്തും ടീംസും ടോണിയുടെ വീട്ടിലെത്തി. പക്ഷേ ഇവരുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് എങ്ങനെ നോക്കിയാലും കൂപ്പേഴ്സ് ചേസിന്ന് ഇയാൻക്ക് കൊല നടക്കുന്നതിന് മുമ്പെത്താൻ പറ്റൂല. കൊല നടന്ന് 7 മിനിറ്റിന് ശേഷം മാത്രമാണ് ഇയാൻക്ക് ഇങ്ങോട്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഇക്കാര്യം അവർ ഡോണയെ അറിയിക്കുന്നു, ഡോണ ചീഫിനെയും. ഇതറിഞ്ഞപാട് ചീഫാണെങ്കിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഓൾറെഡി അസിസ്റ്റൻസിനെ ഇതേ സെയിം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ അവന്മാർ വരുന്ന ഇപ്പോഴാണ്. അത് മാത്രമല്ല, പെൻഷൻ പറ്റുന്ന അതേ വയസ്സന്മാർ നടത്തിയ ഫൈൻഡിങ്സ് ആണ് അവർക്കും പറയാനുള്ളത്. അങ്ങനെ രാത്രിയായി. എലിസബത്ത് ഒറ്റയ്ക്കാണ് കൂപ്പർ ചേസിലോട്ട് വരുന്നത്. ആ സമയത്താണ് ഡോണ വിളിക്കുന്നത്. എന്നിട്ട് ബോബി ടാനറിനെ കുറിച്ച് പറയുന്നു. എന്നാൽ ഈ ബോബി ടാനറിനെ കുറിച്ച് എലിസബത്ത് മുമ്പേ കേട്ടിട്ടുണ്ട്. എലിസബത്ത്, നിന്റെ സോഴ്സ് വെച്ച് ബോബി ടാനറിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുമോ? അതൊക്കെ ഞാൻ ചെയ്തുതരാം, പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ഈ കേസിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടിയേ തീരൂ. സോ ഡോണക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ജെയ്സന്റെ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടേക്ക് ഞെട്ടിയിരിക്കുകയാണ് എലിസബത്ത്. അങ്ങനെ ഈ സമയത്താണ് എലിസബത്തിനെ ആരോ ഫോളോ ചെയ്യുന്നത്. അവൾ അപ്പം തന്നെ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ സെമിത്തേരിയിലേക്ക് പോകുന്നു. പക്ഷെ അയാൾ അങ്ങോട്ടും വരുന്നു. വരികയെന്ന് മാത്രമല്ല, അങ്ങേരെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ തിരിച്ചു പോകുന്നു. അങ്ങനെ എലിസബത്ത് നേരെ പോകുന്നത് പെനിയുടെ റൂമിലോട്ടാണ്. എന്നിട്ട് നടന്ന കേസ് അന്വേഷണത്തെക്കുറിച്ച് ജോണിനോട് പറയുന്നു. അപ്പോഴാണ് ജോൺ ഇങ്ങോട്ടൊരു കാര്യം പറയുന്നത്. ഇയാൻ എന്തായാലും ടോണിയെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ വേറൊരു പോസിബിലിറ്റി ഇല്ലേ? ഇയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണേലോ ടോണിയെ കൊല്ലാൻ. അവിടെയാണ് ഇവർ ജെയ്സന്റെ പേരങ്ങ് ഫില്ല് ചെയ്യുന്നത്. ഓൾറെഡി ജെയ്സൺ അവർക്ക് വേണ്ടിയിട്ട് കുറേ ജോബ് ചെയ്തിട്ടുണ്ട്. സോ ടോണിയെ കൊല്ലാൻ ഇയാൻ ഹയർ ചെയ്തിട്ടുള്ളതാവും ജെയ്സനെ. അത് മാത്രമല്ല, ഈ വരുന്ന മൺഡേയാണ് ഇയാൻ സെമിത്തേരി മാന്താൻ പോകുന്നത്. എന്ത് വില കൊടുത്തു അത് തടയാനാണ് കൂപ്പർ ചേസിലുള്ളവരുടെ തീരുമാനം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബിൽഡിങ്ങിന്റെ കാര്യത്തിലും ഇയാൻ തീരുമാനമാക്കും. ആ സെമിത്തേരി മാന്താൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ജോൺ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു സമരം നടത്തുകയാണ് എല്ലാവരും. അങ്ങനെ സമരം തുടങ്ങി. ജെയ്സനും മറ്റേ ഫാദറും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് സെമിത്തേരി മാന്താനായിട്ട് ഇയാൻ വരുന്നത് വിത്ത് JCB. കൂടെ ബോഗ്ഡാനും ഉണ്ട് ട്ടാ. ഇവിടുത്തെ അന്തരീക്ഷം കണ്ടേക്ക് അങ്ങർക്ക് മനസ്സിലായി ഇന്നിവിടെ ഒരു കോപ്പും നടക്കൂലെന്ന്. പക്ഷെ കോർട്ടിൻ്റെ ലോ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു കുഴിയിൽ എടുക്കണമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും പൊളിച്ചു മാറ്റാനോ മാന്താനോ പറ്റില്ല. സോ ആരും അറിയാണ്ട് ബോഗ്ഡാനെ സെമിത്തേരിയിലോട്ട് വിടുന്നു. എന്നിട്ട് ഞാൻ വയസ്സന്മാരുടെ ഇടയിലോട്ട് പോകുന്നു, മാറാൻ പറയുന്നു. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ബോഗ്ഡാൻ കുഴിക്കുന്ന എലിസബത്ത് കാണുന്നത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങേരുടെ കയ്യിൻ്റെ മുകളിലാണെങ്കിൽ മെറീന എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അത് കണ്ടേക്ക് എലിസബത്തിന് മനസ്സിലായി അവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയോ പേരാണ് ഈ മെറീന. സോ എൻ്റെ പേര് മെറീന എന്ന് പറഞ്ഞിട്ടാണ് അവളങ്ങ് പരിചയപ്പെടുന്നത്. ഈ മെറീന എന്നുള്ളത് ബോഗ്ഡാൻ്റെ അമ്മയുടെ പേരായിരുന്നു. സോ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നല്ലവണ്ണം വർക്കാവുന്നു. അവൻക്ക് അവൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ പോരാത്തതിന് എലിസബത്തിന് അത്യാവശ്യം പോളിഷ് ഭാഷ അറിയാം. ഇങ്ങനൊരു പോളണ്ടുകാരനാണല്ലോ. അല്ല ബോഗ്ഡാൻ, ഇയാൻ നിന്നീ പണിയേൽപ്പിച്ച് ടോണി മരിക്കുന്നതിന് മുമ്പാണോ അതോ ശേഷമാണോ? അത് കേട്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി എങ്ങോട്ടാണ് റൂട്ട് പോകുന്നതെന്ന്. മെറീന, എന്നെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടോണി മരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് എനിക്ക് കോൺട്രാക്ട് കിട്ടുന്നത്. ഇയാൻ നിന്നെയാണേലോ ടോണിയെ കൊല്ലാനേൽപ്പിച്ച്. അതെ, ഇയാൻക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. പക്ഷെ ഒരാളെ കൊല്ലാൻ എന്നെ കൊണ്ടാവില്ല. സോ ഞാനൊരു സാധാ പോളണ്ടുകാരനാണ്. ഇവിടെ ജോലി ചെയ്യുമ്പോൾ അത്യാവശ്യം സാലറി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതേ സമയം പുറത്താണെങ്കിൽ സമരം രൂക്ഷമായോണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ശ്വാസം വിടാൻ പോലും സ്ഥലം കൊടുക്കുന്നില്ല ഇയാൻക്ക്.
പെട്ടെന്നാണ് അങ്ങേരങ്ങ് മയങ്ങി വീഴുന്നത്. ഇത് കണ്ടേക്ക് ജോയ്സ് ആണെങ്കിൽ വേഗം തന്നെ ചെക്ക് ചെയ്യുന്നു. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇയാൻ മരിച്ചു. ഇതറിഞ്ഞ പാട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. എങ്ങനെയാണ് ഇയാൻ മരിച്ചതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡോൺ എലിസബത്തിനെ വിളിച്ചു പറയുന്നു. അങ്ങനെ എലിസബത്ത് ടീംസിനോട് കാര്യം പറയുന്നു. സംഗതി മേഡറാണ്. ഫെന്റനിൽ എന്ന് പറയുന്ന ഡ്രഗ് അകത്തോട്ട് എന്നിട്ടാണ് ഇയാൻ മരിച്ചിരിക്കുന്നത്. ഈ ഫെന്റനിൽ എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ് ഫെന്റനിൽ. മെയിനായിട്ട് അനസ്റ്റേഷ്യ, പെയിൻ റിലീഫ് ഇതിനെല്ലാം യൂസ് ചെയ്യും. പക്ഷെ അളവിൽ കൂടുതലെങ്ങാനും യൂസ് ചെയ്താൽ തീർന്നു പോകും. എന്തായാലും ഇവർക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇയാനെ കൊന്ന കൊലയാളി ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയുണ്ട്. കാരണം ഒരു സമരം രൂക്ഷമായ സമയത്തായിരിക്കണം ഡ്രഗ് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവുക. ആ ഒരു പിടിവലിയിൽ ആരോ നൈസായിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ സിറിഞ്ചിലേക്കും മെഡിസിനിലേക്കും ആക്സസ് ഉള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവരൊക്കെ വയസ്സന്മാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മെഡിസിനിലോട്ട് ആക്സസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവർ 4 പേരടക്കം സസ്പെക്റ്റ് ആണ്. ആര് വേണേലും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം എലിസബത്ത് പറയുന്നത്. ഇയാന് മരിച്ചു എന്നും കരുതി ഇവിടുത്തെ സെമിത്തേരി ഡിസ്ട്രക്ഷനും ബിൽഡിംഗ് പൊളിക്കലും നിൽക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ പാർട്ണറായ ബോബി ടാനറിന് മാത്രമാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സോ ബോബി ടാനറിനെ കണ്ടെത്തുക, കൂപ്പർ ചേസ് ഇല്ലാണ്ടാക്കൽ തടയുക. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ജെയ്സന്റെ കാര്യം എലിസബത്ത് എല്ലാവരെയും നിന്നും മറച്ചു പിടിക്കുന്നു. അങ്ങനെ എലിസബത്ത് തിരിച്ച് റൂമിലെത്തി. എന്നാൽ അവിടെ അതാ സ്റ്റീഫനുമായിട്ട് ബോഗ്ഡൻ ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൻ മരിക്കുന്ന സമയത്ത് താൻ എവിടെയായിരുന്നെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ മെറീനയോടൊപ്പം സെമിത്തേരിയിലായിരുന്നു എന്നാണ് ബോഗ്ഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർക്ക് മെറീന എന്ന സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സോ ബോഗ്ഡൻ ഇവിടെയുള്ള എല്ലാവരോടും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എലിസബത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെയാണ് പുള്ളിക്കാരൻ എലിസബത്തിന്റെ റൂം കണ്ടുപിടിച്ച്. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ വിഷയം. എലിസബത്ത് മേഡർ കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്നുള്ളത് ഇങ്ങർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും അറിയാണ്ട് സെമിത്തേരിയിലോട്ട് വരാൻ പറയുന്നു, അതും ഒറ്റയ്ക്ക്. ഇതേ സമയം ഡോണയും ചീഫും കൂടെ ജെയ്സിനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം ടോണി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 3 പ്രാവശ്യമാണ് ഇയാൻ ജെയ്സിനെ വിളിച്ചിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് മറ്റേ ഫോട്ടോ. ഇതൊന്നും പോരാണ്ട് ചോദിക്കുന്ന സമയത്തുള്ള വെപ്രാളം. അതുമാത്രമല്ല ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേക്ക് ബോബി ടാനറിനെ അങ്ങേർക്ക് മനസ്സിലായി. ഇങ്ങേര് ചത്തില്ലേ എന്നാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോലീസുകാർ പലതവണ ചോദിച്ചിട്ടും ഒന്നുമില്ല വേറെ കാര്യത്തിന് വിളിച്ചതാണ്, അക്കാര്യം പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ കൂടുതൽ ചോദ്യം ചെയ്യാനായി അവനെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇതേസമയം റോണും ഇബ്രാഹിമും കൂടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, റീഡെവലപ്മെന്റ് തടയാൻ തീരുമാനിച്ച ആരോ ആണ് ഇയാനെ കൊന്നിരിക്കുന്നത്. സോ അന്ന് സമരത്തിലുണ്ടായിരുന്ന ഇയാനെ കൂടുതൽ കൊല്ലാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നു. അതിനകത്തൊരു കെമിസ്റ്റ് ഉണ്ട്. കെമിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫെന്റനിലിനെ കുറിച്ച് നല്ല അറിവുണ്ടാവും. പിന്നെ ഇവർ സംശയിക്കുന്നത് മറ്റേ ഫാദറിനെയാണ്. സെമിത്തേരി ഇല്ലാണ്ടാവും എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അങ്ങേര് കലി തുള്ളിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് ജെയ്സൺ റോണിനെ വിളിക്കുന്നത്. എന്നിട്ട് അറസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ രാത്രിയായി. ബോഗ്ഡൻ പറഞ്ഞതുപോലെ എലിസബത്ത് ഒറ്റയ്ക്ക് വന്നു. ഈ സെമിത്തേരിയിലോട്ട് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും അവൾക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ സ്റ്റീഫനെ കുറിച്ച് സംസാരിക്കുന്നത്. അവൻക്ക് സ്റ്റീഫനെ നന്നായി ബോധിച്ചു. ഓർമ്മയില്ലാത്തൊരു മനുഷ്യനാണ് സ്റ്റീഫൻ. പക്ഷെ അങ്ങേരുടെ ചെസ് കളി അപാരാണ്. പക്ഷെ ഇതൊന്നുമല്ല മെയിൻ കാരണം. സ്റ്റീഫനെ പോലെ തന്നെ മറവിരോഗമുള്ള ഒരാളാണ് ബോഗ്ഡൻ്റെ അമ്മ. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അവനക്ക്. എൻ്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ പോയിട്ടൊന്ന് കാണണം എനിക്ക്. എടോ എന്നാൽ പൊക്കൂടെ? അങ്ങനെ പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് വർക്കിന് വരുമ്പോൾ അവർ ഞങ്ങളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കും. പോലീസ് ഈ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിടിച്ചു വെക്കുക. പക്ഷെ പിന്നെ അത് കിട്ടുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. ആരാണീ അവർ? അത് കേട്ടേക്ക് ഒന്നും മിണ്ടുന്നില്ല ബോഗ്ഡൻ. അങ്ങനെ ബോഗ്ഡൻ അവൻ്റെ അടുത്ത കുഴി അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അതിനകത്താണെങ്കിൽ ഒരു സ്കെലട്ടൺ ഉണ്ട്. പക്ഷെ അതൊരു പുതുമയുള്ളൊരു കാര്യമല്ലല്ലോ, സെമിത്തേരി അല്ലേ. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ്. ആ സ്കെലട്ടൺ കിടക്കുന്നത് ശവപ്പെട്ടിയുടെ മുകളിലാണ്. അതായത് ഒരു ശവത്തിൻ്റെ മുകളിൽ മറ്റൊരു ശവം. അത് ആരുടെയാണെന്നോ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നോ എത്ര കാലത്തെ പഴക്കമുണ്ടെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരാൾക്കും കിട്ടരുതെന്ന് ഉറപ്പിച്ചിട്ടാണ് ഇയാളെ സെമിത്തേരിയിൽ മറവ് ചെയ്തിട്ടുള്ളത്. സോ മൂന്നാമതൊരു മേർഡറും കൂടെ. അങ്ങനെ പോലീസ് എത്തുന്നു, സ്കെലട്ടൺ കൊണ്ടുപോകുന്നു. ഇത് കണ്ടുപിടിച്ചതും എലിസബത്താന്ന് അറിഞ്ഞപ്പോൾ ചീഫിന് അങ്ങ് ഭ്രാന്ത് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ പോരുതെന്നും പറഞ്ഞ് അങ്ങ് ചൂടാവാണ് ചീഫ്. അങ്ങനെ ചീഫ് പോയതിന് ശേഷം ഡോണയോട് എലിസബത്ത് ഒരു കാര്യം പറയുന്നു. ഡോണ, ഞാനായിരുന്നെങ്കിൽ കിട്ടിയ ഓരോ എല്ലാം കൂടുതലായിട്ട് പരിശോധിച്ചിരുന്നു. അത് കേട്ടേക്ക് അവൾക്ക് കാര്യം കത്തി. അങ്ങനെ ഡോണ പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് എലിസബത്തിന്റെ റൂമിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നത്. അവൾ നോക്കുമുണ്ട്, സെമിത്തേരിയിൽ വെച്ച് അവളെ ഓൺ ചെയ്ത അതേ മനുഷ്യൻ ഓടി മറയുന്നു. അത് മാത്രമല്ല, ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം വാണിംഗ് ആയിട്ടൊരു പോസ്റ്റ് കാർഡും. ഇതേ എക്സാക്ട് സെയിം പോസ്റ്റ് കാർഡാണ് ടോണി മരിച്ചപ്പോൾ അവൻ്റെ ആൻറ്റിക്ക് ഫ്ലവേഴ്സിൻ്റെ കൂടെ വന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഡോൺ എലിസബത്തിനെ കാണാൻ വരുന്നു. അവർ കണ്ടെത്തിയ സ്കെലട്ടൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചു. പീറ്റർ എന്ന് പറയുന്ന ഒരാളുടെ ബോൺസ് ആണത്. അതിനൊരു 19 വർഷം പഴക്കമുണ്ട്. പിന്നെ പോരാത്തതിന് കാലിൽ സ്റ്റീലിട്ടിട്ടുണ്ട്. അതും വെച്ചാണ് പീറ്റർ ആണെന്ന് കണ്ടുപിടിച്ച്. ഇനിയാണ് ആ മാരക ട്വിസ്റ്റ്. 1973 കേസ് ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അതിലെ കൊലയാളി എന്ന് സംശയിക്കുന്ന അതേ പീറ്ററിന്റെ സ്കെലട്ടൺ തന്നെയാണ് കൂപ്പർ ചേസിലെ സെമിത്തേരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതറിഞ്ഞപാട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് എലിസബത്ത്. അങ്ങനെ എലിസബത്ത് ഡോണയും കൊണ്ട് പോകുന്നത് പെനിയുടെ അടുത്തോട്ടാണ്. അന്ന് പെനിയായിരുന്നല്ലോ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പീറ്ററിന്റെ കേസിനെ കുറിച്ച് ജോണിനോട് പറയുന്നു. എനിക്കത് കേൾക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷെ എന്ത് കണ്ടുപിടിച്ചാലും അത് അവളോട് പറയണം.
ഇല്ലെങ്കിൽ എലിസബത്തിനൊരു സമാധാനം കിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ടോണിയുടെ മേഡറുമായോ ഇയാൻ്റെ മേഡറുമായോ യാതൊരു ബന്ധമില്ലാത്തൊരു മേഡറാണ് പീറ്ററിൻ്റെ. ഇതേസമയം ബാക്കിയുള്ള ടീംസൊക്കെ കൂടെ ജെയ്സനെ പുറത്തിറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ചീഫാണെങ്കിൽ ജെയ്സനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോണി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 3 പ്രാവശ്യം ഇയാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അതെന്തിനായിരുന്നു എന്നാണ് പോലീസുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ടോണി മരിക്കുന്ന സമയത്ത് അവൻ എവിടെയായിരുന്നു എന്നും പോലീസുകാർക്ക് അറിയണം. പക്ഷെ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു വിധത്തിലാണ് റോൺ അവനെ നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുന്നത്. ടോണി മരിക്കുന്ന സമയത്ത് ജെയ്സൺ ഇയാൻ്റെ വൈഫിൻ്റെ ഒപ്പമായിരുന്നു, അതായത് ഒരു അഫെയർ. ഈ ഒരു കാര്യം പുറത്തറിയാണ്ടിരിക്കാനാണ് പുള്ളിക്കാരൻ ഈ വെപ്രാളൊക്കെ കാണിച്ചത്. അല്ലാണ്ട് മേഡറും കോപ്പൊന്നും ജെയ്സൺ ചെയ്തിട്ടില്ല. എഫ്ഐആർ ആണെന്ന് തെളിയിക്കാൻ പുള്ളിക്കാരൻ്റെ ഫോട്ടോസും ഉണ്ട്. സോ പോലീസുകാർ അവനെ അങ്ങ് വെറുതെ വിടുന്നു. അങ്ങനെ ഈ സമയത്താണ് ഡോണക്ക് എലിസബത്ത് മെസ്സേജ് അയക്കുന്നത്, ബോബി ടാനറിനെ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ബോബി ടാനറിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, അതും എലിസബത്തിൻ്റെ ആസ്റ്റൺ മാർട്ടിൻ കാറിൽ. ഇത്രയും വലിയ കാറ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഡോണ. ഇതെവിടുന്ന ഇജാതി സെറ്റപ്പ് എന്നൊക്കെയാണ് ഡോണ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റിട്ടയർമെൻറ്റ് ഗിഫ്റ്റാണ്, അതും MI6 നിന്നും. കുറച്ചു മുമ്പ് FBI ആണോ MI5 ആണോ എന്നൊക്കെ ചോദിച്ച ആളാണ് ഡോണ. എന്നാൽ അതിനേക്കാൾ മേളിലുള്ള MI6 നിന്നും റിട്ടയർമെൻറ്റ് ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എലിസബത്ത് അത്ര ചില്ലറക്കാരിയല്ല. അങ്ങനെ എലിസബത്ത് അവളെ കൊണ്ടുപോകുന്ന ഫ്ലവേഴ്സൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റിലോട്ടാണ്. ഡോണ, എന്നെ ഓൺ ചെയ്യുന്നത് ആരാണോ അവർക്ക് കൂപ്പർ ചേസ് ഇല്ലാണ്ടാക്കണം. കൂപ്പർ ചേസ് ഇല്ലാണ്ടാക്കുന്നത് തടയുന്നതിലും കേസ് അന്വേഷിക്കുന്നതിലും കൂടുതൽ ശുഷ്കാന്തി എനിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്നെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ഇയാളാണ് കൂപ്പർ ചേസിൻ്റെ 3rd ഓണർ. എനിക്ക് വാണിംഗ് തന്ന ഫ്ലവേഴ്സ് ഫ്രഷ് ആയിരുന്നു, ഹാൻഡ് ഹെൽഡ് ആയിരുന്നു. അതിനർത്ഥം കൂപ്പർ ചേസിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഇത് ഡെലിവറി ചെയ്തിരിക്കുന്നത്. പിന്നെ പോരാത്തിന് പോസ്റ്റ് കാർഡ്. ടോണിയുടെ ആൻറ്റിക്ക് കിട്ടിയ പോസ്റ്റ് കാർഡിൽ BT എന്ന് പറയുന്ന സൈൻ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തിന് സെയിം ഡിസൈനും. ആ ഡിസൈൻ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു കടയാണ് ഗൂഗിളിൽ കാണിച്ചത്, BT അഥവാ ടോണി ബ്ലൂംസ്. ഇനി അതുമല്ലെങ്കിൽ BT, ബോബി ടാനർ. അങ്ങനെ ഇവർ രണ്ടും കൽപ്പിച്ച് ബോബി ടാനറിനെ വിസിറ്റ് ചെയ്യാൻ അകത്തോട്ട് കിടക്കുന്നു. അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ബോബി ടാനർ ജസ്റ്റ് കവറിന് വേണ്ടിയിട്ടല്ല ഈ ഫ്ലവർ ഷോപ്പ് നടത്തുന്നത്. അത് പുള്ളിക്കാരൻ്റെ ഒരു പാഷനാണ്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ കൂപ്പർ ചേസ് നിൽക്കുന്ന സ്ഥലം വിൽക്കാനാണ് നോക്കുന്നത്. പിന്നെ പോരാത്തതിന് ടോണി മരിക്കുന്ന സമയത്ത് ഒരു ഫ്ലവർ ഡെക്കറേഷന് പോയിരിക്കുകയായിരുന്നു ബോബി. സോ അങ്ങേരല്ല കൊന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. പക്ഷേ ബോബി എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു. അതിൻ്റെ മെയിൻ കാരണം വേറൊന്നുമില്ല, തൊട്ടടുത്ത് പോലീസുകാരിയായ ഡോണയാണ് നിൽക്കുന്നത്. അങ്ങനെ എലിസബത്ത് ഡോണയോട് പുറത്തു പോകാൻ പറയുന്നു. ഡോണ പുറത്തേക്ക് പോയ ഒരു കറക്റ്റ് സമയത്താണ് സെമിത്തേരിയിൽ വന്നിട്ട് എലിസബത്തിനെ വോൺ ചെയ്ത അതേ മനുഷ്യൻ അങ്ങോട്ട് വരുന്നത്. അറിയാലോ, അയാൾ ബോബി ടാനറിൻ്റെ അസിസ്റ്റൻ്റ് ആണ്. ഇങ്ങേര് വന്നിട്ടൊരു കാര്യം പറയുന്നു, പുതിയ പോളിഷ് പണിക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരുടെ പാസ്പോർട്ടും മേടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ ഇല്ലീഗൽ പരിപാടിക്ക് റിക്രൂട്ട് ചെയ്യുന്നതും അവരുടെ പാസ്പോർട്ട് മേടിച്ചു വെക്കുന്നതും വലിയൊരു ക്രൈമാണ്. ഏകദേശം 25 വർഷമാണ് തടവ് കിട്ടുക. ഇത് തന്നെയാണ് ബോഗ്ഡാൻ്റെ അവസ്ഥ. അവൻ്റെ പാസ്പോർട്ടും മേടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത്. അങ്ങനെ ഈ സമയത്താണ് എലിസബത്ത് ഒരു ഡീൽ വെക്കുന്നത്. ഇവ നടത്തുന്ന ഇല്ലീഗൽ പരിപാടികളും ഇവൻ്റെ ലൊക്കേഷൻസും ഐഡൻറ്റിറ്റിയും എലിസബത്ത് ആരോടും പറയില്ല. പക്ഷെ അതിന് പകരമായിട്ട് കൂപ്പർ ചേസ് ആർക്ക് വിൽക്കണമെന്നുള്ളത് എലിസബത്ത് പറയും. അങ്ങനെ ബോബി ഡീലിന് ഓക്കെ പറയുന്നു. ഇതേ സമയം ബോഗ്ഡാൻ ആണെങ്കിൽ സ്റ്റീഫൻ്റെ കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റീഫൻ ഒരു കാര്യം പറയുന്നത്, ബോഗ്ഡാൻ, എലിസബത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒളിച്ചിരുന്ന് കേൾക്കാറുണ്ട്. അതെല്ലാം വെച്ച് കണക്ക് കൂട്ടി ആ ടോണിയെ കൊന്നവനെ ഞാൻ കണ്ടുപിടിച്ചു. അത് നീയല്ലേ ബോഗ്ഡാൻ? ഇത് കേട്ടേക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് ബോഗ്ഡാൻ തിരിച്ചു പറയുന്നത്, എൻ്റെ അവസ്ഥ കാരണം പറ്റിപ്പോയതാണ്, അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു. സോ ടോണിയെ കൊന്നവൻ ബോഗ്ഡാൻ തന്നെയാണ്. പക്ഷെ അതെന്തിനാന്നും ഏതിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. പെട്ടെന്നാണ് സ്റ്റീഫൻ്റെ ഓർമ്മ പോകുന്നത്. അതെന്തായാലും ബോഗ്ഡാന് വളരെയധികം ആശ്വാസമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിസബത്ത് ബോബിയോട് ഒരു കാര്യം ചോദിക്കുന്നത്, നീ ഒറ്റക്കാണോ ഈ പാസ്പോർട്ടിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നത്? ഞാൻ ഒറ്റക്കായിരുന്നില്ല, ടോണി ഉണ്ടായിരുന്നു. വർക്കേഴ്സിന് ഇങ്ങോട്ട് എത്തിക്കും, കുറച്ച് പേരെ ഞാൻ എടുക്കും, ബാക്കിയുള്ളവരെ ടോണി എടുക്കും. പക്ഷെ ടോണി ഒരിക്കലും അവർക്ക് പാസ്പോർട്ട് കൊടുത്തിരുന്നില്ല. ഇത് കേട്ടേക്ക് എലിസബത്തിന് കാര്യങ്ങളെല്ലാം കത്തുന്നു. ടോണിയുടെ വർക്കറാണ് ബോഗ്ഡാൻ. ആ ബോഗ്ഡാൻ ആണെങ്കിൽ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. അങ്ങേർക്ക് എത്രയും പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്തിയേ പറ്റുള്ളൂ. സോ ഇതിലും വലിയ മോട്ടീവൊന്നും വേണ്ട ബോഗ്ഡാന് ടോണിയെ കൊല്ലാനായിട്ട്. ഇത് മനസ്സിലാക്കി എലിസബത്ത് വേഗം തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകുന്നു. കാരണം ബോഗ്ഡാൻ ഇപ്പോൾ അവിടെയാണുള്ളത്. അങ്ങേരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് ബോഗ്ഡാൻ. സോ നല്ലവണ്ണം നിരീക്ഷിച്ചതിന് ശേഷം ബോഗ്ഡാനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും സ്റ്റീഫൻ മനസ്സിലാക്കുമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ്റെ ലൈഫ് റിസ്കിലാണ്. അങ്ങനെ പോലീസും എലിസബത്തും തേഴ്സ്ഡേ മർഡർ ക്ലബ്ബും കൂടെ ബോഗ്ഡാനെ പിടിച്ചു വെക്കുന്നു. പക്ഷെ ഇവൻ അറസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു തെളിവുമില്ല. എന്നാലുണ്ട്, അതായിരുന്നു സ്റ്റീഫൻ റെക്കോർഡ് ചെയ്യാറുള്ള ടേപ്സ്. ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റീഫൻ. അങ്ങനെ ടോണി മർഡർ കേസിൽ ബോഗ്ഡാൻ അറസ്റ്റ് ചെയ്യുന്നു. ബോഗ്ഡാൻ, നീ എന്തിനത് ചെയ്ത്? എൻ്റെ പാസ്പോർട്ട് ഞാൻ കുറേ ചോദിച്ചു, പക്ഷെ ടോണി തന്നില്ല. അങ്ങനെ ആരറിയാണ്ട് എടുക്കുന്ന സമയത്താണ് അങ്ങേര് വീട്ടിലോട്ട് കയറി വന്നത്. അയാൾ എന്നെ അറ്റാക്ക് ചെയ്തു. സെൽഫ് ഡിഫെൻസിന് വേണ്ടി അടിച്ചു പോയതാണ് ഞാൻ, അല്ലാണ്ട് കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഇതൊക്കെ കേട്ടേക്ക് എലിസബത്തിന് മനസ്സിലായി എന്താണ് അവൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഇപ്പോഴും തെളിയാത്ത 2 കേസും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ ഏഞ്ചൽ വധക്കേസിൻ്റെ ഫയൽസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എലിസബത്ത്. അപ്പോഴാണ് ഇത്രയും കാലം ശ്രദ്ധിക്കാത്തൊരു കാഴ്ച അവൾ ഇന്ന് കാണുന്നത്. അതുമായിട്ട് അവർ നേരെ പോകുന്നത് ഓഫീസർ പെനിയെ കാണാനാണ്.
പോലീസുകാർ നിരപരാധി എന്ന് പറയുന്ന പീറ്ററിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതിനകത്ത് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പോലീസുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുടെ മുഖത്തിന് മാത്രം ഭാവമാറ്റം, ഒരുമാതിരി ദേഷ്യം പോലെ. അത് വേറെ ആരുടെയും ഫേസ് ആയിരുന്നില്ല, ഓഫീസർ പെനിയുടെ ഫേസ് ആയിരുന്നു. ജോൺ, പെനി മനസ്സിലെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ലുക്ക് കൊടുക്കാറ്. അതെനിക്കും അറിയാം, നിനക്കും അറിയാം. സോ പെനിയല്ലേ പീറ്ററിനെ കൊന്ന്, എന്നിട്ട് അതിവിടെ കുഴിച്ചിട്ടു. നിന്റെ സഹായത്തോടു കൂടെ. നിങ്ങൾ ഈ കൂപ്പർ ചേസിൽ കാലങ്ങളായിട്ടുള്ളവരാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഡേറ്റും മേർഡർ നടന്ന കാലവും ഒരു വ്യത്യാസവുമില്ല. ഇത് കേട്ടേക്ക് ജോൺ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അന്നത്തെ ഒരു കേസിൽ പീറ്റർ പുഷ്പം പോലെയാണ് ഇറങ്ങിപ്പോയത്. അതിപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഇവനെപ്പോലെയുള്ള ധാരാളം അബ്യൂസേഴ്സ് ഡെയിലി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലത്ത്. സോ മരിച്ച ഏഞ്ചലിന് വേണ്ടി ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ പെനി തീരുമാനിച്ചു. സോ അവനെ കൊല്ലുന്നു, ഇവിടുത്തെ സെമിത്തേരിയിൽ കുഴിച്ചിടുന്നു. ആ സമയത്ത് എലിസബത്ത് പറഞ്ഞ പോലെ അവരിവിടെയാണ് താമസം. പക്ഷെ ഇത് മാത്രമല്ല എലിസബത്ത് കണ്ടുപിടിച്ച്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു സെമിത്തേരി മാന്തി കഴിഞ്ഞാൽ പീറ്ററിൻ്റെ റിമൈൻസ് കിട്ടുമെന്നുള്ളത് ജോണിന് ഉറപ്പായിരുന്നു. സോ സെമിത്തേരി മാന്തൽ ഇല്ലാണ്ടാക്കാൻ അവൻ ഇയാൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുന്നു. ഇവിടെ മൃഗഡോക്ടർ എന്ന നിലയിൽ ഫെന്റനിൽ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുമാത്രമല്ല ഡ്രോയറിനകത്ത് സിറിഞ്ചിരിക്കുന്ന എലിസബത്ത് പല തവണ കണ്ടിട്ടുമുണ്ട്. സോ ആദ്യത്തെ മേർഡർ പുറത്തു വരാണ്ടിരിക്കാൻ രണ്ടാമത്തെ ഒരു മേർഡർ. ഇതാണ് സംഭവം. എലിസബത്ത്, പെനിയുടെ കാര്യത്തിൽ ഇന്നേ വരെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡെയിലി അവൾ കിടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് എന്നെക്കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ എന്നെക്കൊണ്ട് ഒന്ന് പറ്റും, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. അതുകൊണ്ട് തന്നെയാണ് ഇയാനെ ഞാൻ കൊന്നുകളഞ്ഞത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. അയാളുടെ സ്ഥാനത്ത് ഏതൊരു മനുഷ്യനായാലും സ്നേഹിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അങ്ങനെ കേസ് തെളിയിച്ചു. പക്ഷെ പോലീസുകാർ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ലൈഫ് അങ്ങ് അവസാനിപ്പിച്ചു. ഇതെല്ലാം കണ്ട് എലിസബത്ത് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണവർ. അങ്ങനെ അവരുടെ ഫ്യൂണറലിന് പെനിയുടെ കഴുത്തിലുണ്ടായിരുന്ന തേഴ്സ്ഡേ മേർഡർ ക്ലബിൻ്റെ മാല ജോയ്സിന് കൈമാറുന്നു. ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് ഈ മാല. തേഴ്സ്ഡേ ക്ലബിൻ്റെ ഒഫീഷ്യൽ മെമ്പറിന് മാത്രമാണ് ഈ ഒരു മാല കൊടുക്കുക. സോ ജോയ്സ് ടെമ്പററി മാറിയിട്ട് ഒഫീഷ്യൽ മെമ്പറായി കഴിഞ്ഞു. എന്തായാലും ജോയ്സിൻ്റെ മകൾക്ക് ഈ സ്ഥലം വല്ലാണ്ട് അങ്ങ് ബോധിച്ചു. അപ്പോഴാണ് എലിസബത്ത് അവളോട് കൂപ്പർ ചേസ് അങ്ങ് വാങ്ങാൻ പറയുന്നത്. അതാവുമ്പോൾ ഡിസ്ട്രക്ഷൻ, റീഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം പോലും ഇങ്ങോട്ട് വരില്ല. സോ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവളതങ്ങ് വാങ്ങുന്നു ബോബി ടാനറിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ എല്ലാം അവസാനിച്ചു. ശുഭം.